നമസ്കാരം. ഓരോ ദിവസവും മണ്ടത്തരം മാത്രം പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ സ്വയം ഒരു കോമാളിയാകുകയും അതോടൊപ്പം തന്നെ സ്വന്തം ഇന്ത്യ മുന്നണി നേതാക്കളുടെ മുന്നിൽ പോലും ഒരു വിലയുമില്ലാതെ അപഹാസ്യനായി വെള്ള ടീഷർട്ടുമിട്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതിദാരുണവും പരമദയനീയവുമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മകന്റെ അവസ്ഥ. അങ്ങനെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും റായ്ബറേലി എംപിയുമായ രാഹുൽ ഗാന്ധിയെ ആദ്യത്തെ പുതുവർഷത്തിന്റെ ആഴ്ചയിൽ തന്നെ ഒരു നല്ലൊരു പുതുവത്സര സമ്മാനം കാത്തിരിക്കുകയാണ്. ഒരു കോടതി സമൻസ്. ജനുവരി 7 കോടതിയിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശിലെ ബറേലി ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ സമൻസ് എന്ന പുതുവത്സര സമ്മാനം അയച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ ആ വിവാദ പ്രസംഗമാണ് പരാതിക്ക് കാരണം. അതിലാണ് സമൻസ്. നേരിട്ട് ഹാജരാകണം. ഹിന്ദുത്വ സംഘടനയായ ഹിന്ദു മഹാസംഘിന്റെ മണ്ഡലം പ്രസിഡന്റ് പങ്കജ് പഥക്കാണ് പരാതിക്കാരൻ. അഭിഭാഷകൻ വീരേന്ദ്രപാൽ ഗുപ്ത മുഖാനിയാണ് ഈ നിർണായകമായ ഹർജി ബറേലി ജില്ലാ സെഷൻസ് കോടതി മുമ്പാകെ സമർപ്പിച്ചത്. MLA-മാർക്കും MP-മാർക്കും എതിരായ പരാതികൾ പരിഗണിക്കുന്ന കോടതിയാണ് ആദ്യം പരാതിക്കാരൻ സമീപിച്ചതെങ്കിൽ പക്ഷേ അവിടുന്ന് ആ ഹർജി തള്ളി. തുടർന്നാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഹർജി നൽകിയത്. പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ആനുപാതികമായ സ്വത്ത് ലഭിച്ചിട്ടില്ലെന്നും സാമ്പത്തിക രംഗത്തുൾപ്പെടെ ആനുപാതികമായ പ്രാതിനിധ്യം വേണമെന്നുമാണ് രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രസംഗിച്ചത്. പിന്നാക്ക വിഭാഗക്കാരെ പ്രകോപിക്കുന്നതാണ് ഈ പ്രസംഗമെന്ന് പരാതിയിൽ പറയുന്നു. വിവിധ സാമ്പത്തിക ശ്രേണിയിൽപ്പെട്ടവർക്കിടയിൽ വിദ്വേഷം പരത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചതെന്നാണ് അഭിഭാഷകന്റെ ആരോപണം. കോൺഗ്രസിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉപയോഗിക്കാനാണ് ശ്രമിച്ചതെന്ന് പരാതിക്കാരൻ ആരോപിക്കുന്നുണ്ട്. വിവിധ BJP നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ പല കോടതികളിൽ പരാതി നൽകിയിട്ടുണ്ട്. കോലാറിലെ പ്രസംഗത്തിന്റെ പേരിൽ ഗുജറാത്തിലെ സൂറത്ത് കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തതാണ്. അന്ന് ശിക്ഷ വിധിച്ചപ്പോൾ രാഹുലിൻ്റെ MP സ്ഥാനമാണ് താൽക്കാലികമായി റദ്ദ് ചെയ്യപ്പെട്ടത്. പക്ഷേ മേൽക്കോടതി ആ ശിക്ഷ ഇളവ് ചെയ്ത് അത് പദവി പുനഃസ്ഥാപിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി മുമ്പാകെ സ്വന്തം പാർലമെൻറ്റ് അംഗത്വം സ്തംഭിപ്പിക്കാൻ തക്ക വിധത്തിലൊരു കുറ്റമാണ് രാഹുൽ ഗാന്ധി അന്ന് ചെയ്തതെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും കോടതി അതേ കണ്ണിലേക്ക് രാഹുൽ ഗാന്ധിയെ കാണുക. ലളിത് മോദി ഉൾപ്പെടെയുള്ളവരെ പരാമർശിച്ച എല്ലാ കള്ളന്മാരുടെയും പേരിനൊപ്പം മോദി എങ്ങനെ വന്നു എന്ന പരിഹാസമാണ് അന്ന് സൂറത്ത് കോടതിയുടെ നടപടിക്ക് കാരണമായത്. സമാനമായ വിഷയത്തിൽ ഇപ്പോൾ ബീഹാറിലും ഒരു കേസ് രാഹുൽ ഗാന്ധിക്കെതിരെയുണ്ട്. തിരഞ്ഞെടുപ്പ് വേളയിൽ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ രാജ്യത്തെ ആഭ്യന്തര കലാപത്തിനുള്ള ആഹ്വാനത്തിന് സമാനമായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ബീഹാറിലെ ജില്ലാ കോടതിയിൽ അന്നൊരു പരാതിക്കാരൻ സമീപിച്ചതും അവിടെ അപ്പീൽ സ്വീകരിച്ചതും. ഇതെല്ലാം കൂടി ആകുമ്പോൾ 2025 പ്രതിപക്ഷ നേതാവും ഇന്ത്യ മുന്നണിയിലെ നേതാവെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കാര്യങ്ങളൊന്നും 2025 അത്ര നല്ലതാകുമെന്ന് ഉറപ്പില്ല. അതുറപ്പാണ്.